Hey, good morning, Bolo. Good morning, how are you? I am fine. On the way to Jaipur. ഇവിടുത്തെ എക്സ്പ്രസ് ഹൈവേയിലാണ് നമുക്ക് 120 പോകാൻ പറ്റൂത്ര. ബാക്കി എവിടെയും നിങ്ങൾക്ക് ഫ്ലൈറ്റ് നല്ല ഇതുകൊണ്ട് പിന്നെ എന്റെ വായിൽ തോലി മൊത്തം പോയിരിക്കുക. അങ്ങനെ നമ്മളുടെ ഫോട്ടോ കിട്ടി ഒന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു റിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഫുൾ സാരി പോകുന്നുണ്ട് പറയണ. ഞാൻ പേടിച്ചിട്ടാട്ടോ ബാത്റൂം പോയത്. അപ്പൊ നമ്മൾ എഴുന്നേറ്റു. നമുക്ക് ആക്ച്വലി ഒരു 8 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോകണം കേട്ടോ. നമ്മൾ പോകാൻ വേണ്ടി ജയ്പൂരാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 5.5 മണിക്കൂർ നമുക്ക് ട്രാവൽ ഉണ്ട്. ഞാൻ റെഡിയായി. ഞാൻ ഇടാൻ പോണ ഡ്രസ്സ് കാണിച്ചു തരാം. ഇത് ഞാൻ മിന്ത്രേന്ന് വാങ്ങിച്ച ടോപ്പാട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. അത് അതിൻ്റെ ഒരു മെയിൻ ആയിട്ട് തോന്നിയത്. പിന്നെ ഭയങ്കര ഫണ്ണാണ്, ഇട്ടാൻ നല്ല ക്യൂട്ടാണ്. അപ്പൊ ഈ ടോപ്പിന് ഞാൻ പെയർ ചെയ്യുന്നുണ്ട് മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാൻറ് വെച്ചിട്ടാട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് ഏത് സ്ഥലത്തുനിന്ന് അറിയോ? ഞാൻ തൃശ്ശൂരുള്ള സ്മാർട്ട് ബസാർ ഇല്ലേ, അവിടുന്ന് വാങ്ങിച്ചതാ. ജസ്റ്റ് കാഷ്വൽ ആയിട്ട് സ്മാർട്ട് ബസാറിൽ കയറിയപ്പോൾ അവിടെ നിറച്ച് ഓഫറുകൾ ഉണ്ടപ്പോൾ അതിൽ നിന്ന് എടുത്തൊരു പാൻറ്റാണ്. ആക്ച്വലി ഇത് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇരിക്കാനും വളരെ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും കൂടി നമുക്ക് പെയർ ചെയ്തിട്ട് ഇടാം കേട്ടോ. ദിസ് ഈസ് ലൂണി ടൂൺസ് ഗൈസ്, ലൂണി ടൂൺസ്. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പ്. ആൻഡ് ദിസ് ഈസ് മൈ പാൻറ്റ്സ്. പോണെന്ന് മലയാളത്തിൽ പറയാൻ പറ്റുമോ? മരക്കൂന്തി. ഇതുണ്ടോ? ആക്ച്വലി ഇവിടെ ഹെയർ ഡ്രയർ ഉണ്ട് കേട്ടോ. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ എൻ്റെ ഹെയർ ഡ്രയർ കൊണ്ടുപോകാൻ മറന്നുപോയി. എൻ്റെ മുടിയൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഒരു വോളിയം കിട്ടാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ ടോയ്ലറ്റ് റോൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പേപ്പറില്ലേ, അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹെയർ ഡ്രൈ അടിച്ചതാ. കാണിച്ചു തരാം. ഇപ്പൊ ഒരു മത്തങ്ങ പോലെ ഇരിക്കുകയാണെങ്കിലും കാണാം. കണ്ടോ? സെറ്റായില്ലേ മുടി? അപ്പൊ നിങ്ങൾ പോകുമ്പോ ഇങ്ങനത്തെ ഒരു ടോയ്ലറ്റ് റോളിന്റെ ഒരു ഇതുണ്ടല്ലോ, ഇത് എടുത്ത് കയ്യിൽ പിടിക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ മുടി അപ്പം ഫ്ലാറ്റ് ആയാലും ഇങ്ങനെ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഹെയർ ഡ്രയർ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഈശ്വരൻ്റെ തൊണ്ട പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാടാ. ഇത് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉൾഭാഗമാണ്. ആക്ച്വലി ഇത് ലിഫ്റ്റ് ഏരിയ കേട്ടോ. അത് ലിഫ്റ്റിൽ പോകുമ്പോൾ നല്ല രസമായിട്ട് കാണാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ലതായിരുന്നു. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ എന്താ സൗത്ത് ഇന്ത്യൻ സാമ്പാറൊക്കെ സാമ്പാർ പോലെ അല്ലായിരുന്നെങ്കിലും ബട്ട് ഇഷ്ടം പോലെ മുട്ട, പോഹ, അങ്ങനെ കുറേ ഐറ്റംസ് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു. കുറേയൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഏകദേശം 5 മണിക്കൂർ ഇവിടുന്ന് പോകണം ജയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ പോവാട്ടോ. നമ്മളിവിടുന്ന് ചെക്കൗട്ടിന് പോവാം. തണുപ്പുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് തണുപ്പ് തോന്നുന്നുണ്ട് പുറത്തിറങ്ങി. ജയ്പൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊരു പുതിയ വണ്ടി കേട്ടോ, വേറെ വണ്ടി, ഇന്നലെ വന്നതല്ല. ചോട്ടി നിർമ്മിച്ചാ Good morning, how are you? I am fine. On the way to Jaipur, Bombay Express, on the way go. തൊട്ട് ആ ഒരു ഹൈവേക്ക് കയറുന്നിടത്തായിട്ട് നമുക്ക് ട്രാഫിക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും മോശമില്ല കേട്ടോ, മൂവിങ് കേട്ടോ, നല്ല ലൈനൊക്കെ ആയിട്ട് നൈസ്. ഇവിടെ ഇവർ പറയുന്നുണ്ട് ഇവിടുത്തെ എക്സ്പ്രസ് ഹൈവേയിലാണ് നമുക്ക് 120 പോകാൻ പറ്റൂത്ര. ബാക്കി എവിടെയും നിങ്ങൾക്ക് ഫ്ലൈറ്റ്
that. Look at that. जयपुर में पहले वहाँ जाएंगे. ഈ കാണുന്ന മൊത്തം എയർപോർട്ട് ഹോട്ടലുകളാണ്, ചെറിയ ചെറിയ ഹോട്ടലുകൾ. ആൾക്കാർ ഇവിടെ താമസിക്കാൻ. എത്ര ലൈനാ നോക്കണേ, എനിക്കിതിൽ പിടിച്ചിട്ട് കിട്ടില്ല, അത്രക്ക് ലൈൻസ്. എന്റെ അമ്മേ എന്തൊരു വലിയതാ. 1 2 എന്ന് പെണ്ണിയൊക്കെ എത്ര ഉണ്ടെന്ന് ഇതെന്താ IT है ये साइबर सिटी है. ഓ സൈബർ സിറ്റി. ഗുർഗാവിന്റെ സൈബർ സിറ്റി ആണ് ഇത് ഈ സൈഡിലും. മെട്രോ दूसरी डायरेक्शन में. ജയ്പൂർ തന്നെ ഉണ്ടോ. 223 കിലോമീറ്റർ ആണ് ജയ്പൂർ. നമ്മൾ മുംബൈ എക്സ്പ്രസ് ഹൈവേയിലാണ് കയറാൻ പോകുന്നത്. ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മുംബൈ എക്സ്പ്രസ് ഹൈവേ. ഹോട്ടലിൽ നിന്ന് നമുക്ക് ഈ എക്സ്പ്രസ് ഹൈവേ വരെ എത്താനായിട്ട് നമുക്ക് 1 hour എടുത്തിട്ടോ. ഞാൻ ഇപ്പോഴും ആലോചിച്ചത് ഹോണടി കേട്ടപ്പോൾ. ഇവിടെ അധികം ഹോണടി നമുക്ക് കേൾക്കാനില്ല കേട്ടോ, വളരെ കുറവാണ്, വളരെ കുറവാണ്. പോയിക്കൊണ്ടിരിക്കുന്നത് മുംബൈ എക്സ്പ്രസ് ഹൈവേ കൂടെയാണ്. എനിക്ക് ഈ ഹൈവേയിൽ കയറി അപ്പം തന്നെ ഉണ്ടല്ലോ നല്ല വെയിൽ തന്നെയുണ്ട്, പിന്നെ ലേശം തണുപ്പുണ്ട്, നല്ല ഉറക്കം വന്നോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങും കേട്ടോ. ഇനിയും ഉണ്ട്, ഒരു 3-4 മണിക്കൂർ പോകാനുണ്ട്. ഓ ഇതൊക്കെ ഏതാണ് നിങ്ങൾ പാടാടോ. टोल लेते हैं ना एरिया वाई एरिया. इधर भी 60 है. नहीं 400. ओ ये വലിയ ടോളിന് 400 രൂപയുടെ ടോൾ. एक्सपेंसिव है. ഇന്നലെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് അത്ര തണുപ്പൊന്നും തോന്നിയില്ല, പക്ഷെ ഇന്നിപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും തണുപ്പ് എനിക്ക് തോന്നുന്നുണ്ട്. ഫുഡൊക്കെ ഉറങ്ങി. ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇതെങ്ങനെയാണ്, തണുപ്പൊക്കെ ഉണ്ടോ, കാലാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി. ട്രക്കുകളോ ഈ പൂക്കൾ നിൽക്കണ കണ്ടില്ല, ഇത് മൊത്തം കടുകെണ്ണ ഉണ്ടാക്കാനുള്ളത്. ഇത് മൊത്തം ഞാൻ പേടിച്ചിട്ടാട്ടോ ബാത്റൂം പോയത്, പക്ഷെ നല്ല ക്ലീനാണ്. നമ്മളുണ്ടല്ലോ എക്സ്പ്രസ് ട്രേ ആണ് ആ കാണുന്നത്. അവിടെ നിന്ന് ഇവിടെ ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയിരിക്കാട്ടോ. ഈ സ്ഥലം ആക്ച്വലി ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ്. ബാത്റൂംസ് ഒക്കെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ്. ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഉണ്ട്. ഞാനൊരു കോഫി മാത്രം മേടിക്കണുള്ളൂ. ടുട്ടിനൊരു ബർഗർ മേടിച്ചു നമ്മൾ. ഇവിടെ ആക്ച്വലി കുറേ സ്നാക്സ്, മഖാന, ചിപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കോഫി കേട്ടോ, നല്ല അടിപൊളി കോഫി, ടേസ്റ്റ് ഉണ്ട്. ബർഗർ കിട്ടിയ സന്തോഷത്തിലാണ് ടുട്ടു ഇവിടെ വന്നിട്ടുണ്ടല്ലോ. വെയിലടിച്ച് കരിഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലോ പാനിപ്പൂരി, പിന്നെ ഇതെന്ത് പൂരിയാണാവോ, മഞ്ഞ കളർ. ഈ കോൺസ പൂരിയ രാജ് കച്ചോരി. അത് രാജ് കച്ചോരിയാണ്. പിന്നെ അതേ കുൽഫി ഉണ്ട് ഇവിടെ, കുൽഫീസ്, പല വെറൈറ്റി കുൽഫികൾ. പിന്നെ ഇവിടെ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസുകളുണ്ട് കിട്ടുന്നത്. പലതരത്തിലുള്ള ജ്യൂസ് ഉണ്ട്. അപ്പോൾ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഉണ്ട്. കോക്കനട്ട് വാട്ടർ എടുത്തു.
ഇനി 100 രൂപ കേട്ടോ ഒരു കുപ്പയ്ക്ക്. വീട്ടില് നാളികേരത്തിൽ നിന്ന് ഇട്ട് കുടിക്കാണ്ട് കുപ്പിയിലാക്കി കുടിക്കാണ്ടാണ് അസുഖം. നമ്മളിവിടുന്ന് പോവാണ്. ഇനിയുണ്ട് ഓൾമോസ്റ്റ് ഒരു മേ ബി 1.5 to 2 hours ഉണ്ടാവും ഇനിയും. പക്ഷെ ഈ പ്ലേസ് ഉണ്ടല്ലോ, ഈ എക്സ്പ്രസ് ഹൈവേയിലുള്ള ഈ ഒരു പ്ലാസ ഭയങ്കര ക്ലീനാണ്. റെസ്റ്റ് റൂംസ് ഒക്കെ ഞാൻ മേടിച്ചകത്ത് പോയിട്ട് വെരി വെരി ക്ലീൻ, വെരി വെരി നീറ്റ്, എക്സലൻ്റ് ആണ് കേട്ടോ. ഞാൻ ആലോചിക്കാൻ ഈ ഒരു ഹൈവേയും പിന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ എത്ര നല്ലതാണല്ലേ ചന്ദ്രപ്യ. ഭയങ്കര നാഷണൽ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കണ്ടോ. ഒരുപാട് വലിയ വാഷ്റൂം അവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനും. പിന്നെ ലോട്ട് ഓഫ് പാർക്കിംഗ് സ്പേസ്. രാജസ്ഥാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ വലിയ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കണ്ടോ ഇവിടെ. അതുകൊണ്ട് പ്രൈസ് ഒക്കെ നല്ല ഹൈ പ്രൈസ് തന്നെയാണ് മൊത്തം. വീൽ വടാസ വീലനാ വേണ്ട. നോക്കുമ്പോ അറ്റത്തായിട്ട് തൊവട്ട ഒരു അമ്പലമുണ്ട്. അതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ജൈന അമ്പലമാണെന്ന്. ഈ കാണുന്നത് കണ്ട, ഞാൻ സൂമിന്റെ പരമാവധി ഒപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ 16 Proക്ക് പറ്റൂല ഗൈസ്, പറ്റില്ല. ഇതിൽ കൂടുതൽ പറ്റില്ല. എന്തൊരു കുന്നിന്റെ മണ്ടയിലെ മുകളിലാടാ ഈ ജൈൻ്റെ അമ്പലം കണ്ട. മൈ ഗോഡ്, ഇതൊക്കെ മലയാടാ മല. നമ്മുടെ ഹിന്ദിയിൽ പറഞ്ഞ പഹാടിയാണ്, പഹാടി കല്ലാണ് മൊത്തം. ആരാവലി ഹിൽ. ഓ ഇത് ആരാവലി ഹില്ലാണെന്ന് ഇത് കേട്ടിട്ടുണ്ടല്ലോ. ഐ ഹാവ് ഹേർഡ് ദാറ്റ് നെയിം. ആരാവലി മലയാണെന്നാണ് പറയുന്നത്. ടണൽ കോൺസ ടണൽ? ഓ ജയ്പൂരിന്റെ ടണൽ ഇപ്പൊ വരും കേട്ടോ പറയുന്നത്. ഇപ്പൊ ടണൽ വരും കണ്ട. ജയ്പൂരിന്റെ ടണൽ 1/2 കിലോമീറ്ററുള്ള ടണലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ये है पिंक सिटी, देखो वेलकम. ये कलर है पिंक सिटी. See that? पिंक सिटी. പിങ്ക് സിറ്റി വെൽക്കമിങ് ആണ്. പിങ്ക് കളറിലുള്ള രാജസ്ഥാന്റെ അത് തുടങ്ങി നമ്മൾ ജയ്പൂരിലേക്ക് കാണുന്നത്. നമ്മളിപ്പോൾ ജയ്പൂരിന്റെ റോഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എവിടെ പോയാലും അപ്പോൾ റോഡ് നോക്കട്ടെ എത്ര കുഴിയുണ്ട് റോഡിൽ എന്നുള്ളത്. പക്ഷെ സീരിയസ്ലി ഗൈസ്, ഇവിടെ കുഴിയൊന്നും അധികം കാണാനില്ല. ഇനിയിപ്പോൾ ഞാൻ കുഴിയുള്ള സ്ഥലത്ത് പോവാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഗവൺമെന്റ് ഓഫ് രാജസ്ഥാൻ ജയ്പൂർ. ജയ്പൂരിൽ കയറി ജയ്പൂരിന്റെ ഉൾഭാഗമാണ്. എല്ലാവിടെയും ഇങ്ങനത്തെ ചുമന്ന മതില് എല്ലാവിടെയും ഉണ്ട് ഈ ജയ്പൂരിൽ. അതുകൊണ്ടാന്ന് തോന്നുന്നത് ജയ്പൂർ ഈസ് പിങ്ക് സിറ്റി റൈറ്റ്. ജയ്പൂരിന് പിങ്ക് സിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് എന്തിട്ട് കളറാണ്, നമ്മളെ ചുവന്ന എന്തോ ഒരു നമ്മള് തൃക്കാരപ്പരമയൊക്കെ അടിക്കുന്ന കളറില്ലേ, ആ സെയിം സാധനം കളറാട്ടാ. ആക്ച്വലി ഫുഡ് കഴിച്ചില്ല. നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ തൊണ്ടയൊക്കെ പോയിരിക്കും കേട്ടോ. അതിന് സൗണ്ടൊക്കെ ഇങ്ങനെ കറ പാറ ചിരട്ടയൊക്കെ ഇട്ട് ഉറക്കുന്ന പോലെ ഇരിക്കും. ये कौन सा इलेक्ट्रिक है या नॉर्मल? इलेक्ट्रिक है, अब सब इलेक्ट्रिक ही आ रहा है. लेकिन ग्रीन बोर्ड नहीं है ना इसमें. अभी नंबर प्लेट मिली नहीं है. ജയ്പൂരിലെ നമ്മുടെ അക്കോമഡേഷനിൽ പോണേക്കാ മുന്നായിട്ട് നമ്മൾ പോണത് ജയ്ഗഡ് ഫോർട്ടിലേക്കാണ്. ഇത് ആരാവലി ഹില്ലാണ് ഈ ജയ്ഗഡ് ഫോർട്ട് നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു ജയ്ഗഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോർട്ട് ഉണ്ടല്ലോ, അത് 700 കൊല്ലം എടുത്തിട്ട് 27 രാജാക്കന്മാര് കൂടി പണിത സംഭവത്താണ്. ഇവിടെ വന്നപ്പോണ്ടല്ലോ ഇവിടെ കുറെ ഗൈഡുകൾ നമ്മളുടെ അടുത്ത് ഗൈഡിനെ പറഞ്ഞുതരട്ടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഗൈഡിനെ എടുത്ത് ആശാമന 100 രൂപ തന്നാൽ മതിയെന്ന്. ഇപ്പൊ 100 രൂപയ്ക്ക് ഒരു ഗൈഡിനെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ലോഡ് ആൾക്കാർ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഈ കാറൊക്കെ.
ഫ്ലാഗ് കാണണല്ലേ? ജയ്പൂരിലെ രാജാവ് വരുമ്പോ അവിടെ 2 ഫ്ലാഗ് വെക്കും അത്ര. രാജാവ് ഇല്ലാത്തപ്പോ ഒരു ഫ്ലാഗ് മാത്രം. ആണ്ടാ ഇപ്പൊ ഒരു ഫ്ലാഗ് ഉള്ള കാരണം രാജാവ് ഇവിടെ ഇല്ല. ലവ് മനീഷ. ഐഷനും മനീഷനെ ഇഷ്ടട്ടോ ഗൈസ്. ആർ ലവ് ജെ. ഞാൻ अंदर आई नहीं ना. मुल्तानी मिट्टी सारी है. मुल्तानी मिट्टी में सिल्क में सबसे टॉप क्वालिटी. നോക്ക് ഒരു റിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഫുൾ സാരി പോകുന്നുണ്ട് പറയണ കണ്ട. മുൾട്ടാनी मिट्टी ഉണ്ടാക്കുന്ന സാരിയാ. मुल्तानी मिट्टी से कैसे साड़ी बनाएंगे? ये डाई होता है. डाई मुल्तानी मिट्टी डाल के बनाते हैं. कितना है इसका प्राइस? ये 25-50. സോ ഫുൾ സാരി ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് അത്ര സോഫ്റ്റ് ആണ്. ടച്ച് സീ ദിസ്. 25 2550. 2550. ओह भयंकर सॉफ्ट कलर भी है, लाइट कलर. इसका नाम क्या है? ये पश्मीना सिल्क है. सिल्क के अंदर सिल्क है. പഷ്മിന സിൽക്ക്. ഫോട്ടോ എടുക്കുമ്പോൾ വെള്ളം പറഞ്ഞിട്ട് ഞാനുണ്ടല്ലോ അവിടുന്ന് ഒരു വള വാങ്ങിച്ചു. മീനാക്കാരിന്റെ വള കേട്ടോ. ആ വളയമ്മത്തെ വർക്ക് കണ്ടോ നിങ്ങള്? അഭി ഹം ജാ രഹേ ഹൈ ബിർല മന്ദിർ ന. നമ്മള് ഇപ്പൊ ജയ്ഗഡ് കണ്ടു. ഇനി നമ്മള് ബിർല മന്ദിർ കാണാൻ പോകട്ടോ. ഞാൻ ആക്ച്വലി എന്റെ ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് വെച്ചിരുന്നത്. ഇതിപ്പോ നമ്മള് താമസിക്കുന്ന അക്കോമഡേഷൻ ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഹവേലി ടൈപ്പ് അക്കോമഡേഷൻ എന്നാ പറഞ്ഞത്. നമ്മളിപ്പോ ബിർല മന്ദിറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. डोंगरी फोर्ट है. മോത്തി ഡോങ്കരി എന്ന് പറഞ്ഞ ഫോർട്ടാണ് കാണുന്നത്. ये महारानी इसमें रहती थी पहले. ഇവിടുത്തെ ജയ്പൂരിലെ മഹാറാണി പണ്ട് ഇവിടെയാണ് താമസിച്ചിരുന്നത്. तो डेथ हो गई उनकी. ആ അവര് മരിച്ചു പോയി. गायत्री इज ए वेरी ब्यूटीफुल लेडी इन द वर्ल्ड. कई टूरिस्ट आता था उसके साथ चाय पीने जाती देखने के लिए लोग. अब तो डेथ. हाँ ये जाना है. ഇവിടെ ഒരു ഫോർട്ടും പിന്നെ അതിന്റെ അപ്പുറത്ത് ബിർല മന്ദിർ ഉണ്ട് കേട്ടോ. ഇവിടെ രാജസ്ഥാനി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. കണ്ട ഇവിടെ കണ്ട ഇവര് ഡ്രസ് ഇട്ടുണ്ട്. അപ്പൊ നമ്മളും അതിന് പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഇതുപോലെ ചെയ്തു തരും ഇവര്. കണ്ടോ ഇവിടെയാണ് ഇതാ രാജസ്ഥാനി ഫോട്ടോഗ്രാഫി പരിപാടി. രാജസ്ഥാനി ഫോട്ടോ എടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ട് നടക്കാണ് നമ്മൾ. ഇങ്ങനെ നാണായിട്ട് ഓടിപ്പോണ്ടോ. नहीं मैं उड़ाता हूँ. നമ്മളുണ്ടല്ലോ ഈ രാജസ്ഥാനി ഡ്രസ് ഇട്ടുള്ള ഫോട്ടോ എടുക്കില്ല. എൻ്റെ ദൈവമേ, അത് ഈ അവര് ആ ഭയങ്കര റഷിൽ അത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാപ്പ് പോലും തരില്ല. ഇടുക, ആ ഡ്രസ്സ് ഇടുക, അപ്പം തന്നെ ഫോട്ടോ എടുക്കുക. അങ്ങനെയാട്ടോ. നമ്മളിപ്പോൾ ബിർല മന്ദിർ കാണാൻ പോയിക്കൊണ്ടിരിക്കാം. ഇതേ ബിർല ടെമ്പിളാണ് ഇത്. നമ്മളുടെ ഫോട്ടോ കിട്ടി ഒന്ന്. ഇതേ ടുട്ടുവിന്റെ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ടുട്ടുന്റെ ടുട്ടു യു ലുക്ക് ലൈക്ക് എ രാജസ്ഥാനി. പിന്നെ അവരെന്തോ പറഞ്ഞൊരു പോസ് ഇട്ട പോസ് ഇതാ. ഞാനൊരു ഉണ്ടപ്പത്തി ഇട്ടാണ് എനിക്ക് തോന്നണേ കേട്ടോ. ആൻഡ് മീ ആൻഡ് ടുട്ടു. അല്ലെങ്കിൽ ചന്ദ്രബ എന്നോട് പറഞ്ഞായിരുന്നു യു ലുക്ക് ബിഗ്. നമ്മളെ ഇട്ട ഡ്രസ്സിന്റെ മുകളിലാണ് ഇവര് ഇത് മുഴുവൻ ഇടിക്കുക നമ്മളെ. നമ്മൾ ഈ കാണുന്ന പത്രിക ഗേറ്റ്. ഇവിടെ നന്നായി ഫോട്ടോ എടുക്കാൻ പറ്റും. അതാണ് പ്രത്യേകത. ഇവിടെ ആക്ച്വലി ആൾക്കാർ വരുന്നത് നല്ല പടം എടുക്കാനാണ്, ഫോട്ടോസ് എടുക്കാനായിട്ട്. ഇവിടെ നല്ല ഫോട്ടോക്ക് പറ്റിയ ഒരു ഇതിന്റെ ഉൾഭാഗമൊക്കെ ഫോട്ടോക്ക് പറ്റിയതാണ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം കേട്ടോ. ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇത്.
ഇവിടെ ഏർലി മോർണിംഗ് വന്നിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട്. It's so bright. The city's shining from the street lights. So let's live it up, pick it up, just call me up. Say anything and I'm down. We're just like a fire, and we'll just pick it up, don't wanna stop. We'll keep it going all night. ഇതോടുകൂടി നമ്മളുടെ ജയ്പൂരിലെ ആദ്യത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ജയ്പൂരിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അത് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഐശ്വര്യ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ട്ടാ.